എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തു തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരാളാണ് ഞാനും. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ജോലികൾ ചെയ്യുന്നു, പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസൊക്കെ ആയിട്ട് കുറേ മോട്ടിവേഷൻ വീഡിയോകളും ഒക്കെ കണ്ട് ചെറിയ തോതിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പം മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ, ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തോന്നുകയും അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു ചെറിയ സ്റ്റാർട്ടപ്പാണ് Kamara.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. കമര എന്ന് വെച്ചാൽ ഹിന്ദിയിൽ റൂംസ് എന്ന് അർത്ഥം വരുന്ന വാക്കാണ്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജോലികൾ ചെയ്ത് അനുഭവം ഉള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പ്ലാൻ ഇട്ടപ്പം മനസ്സിൽ വന്ന ഒരു വാക്കും അത് വെച്ചിട്ടൊരു വെബ്സൈറ്റ് ആണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. കേരളത്തിൽ ഹോം സ്റ്റേകൾ, കോട്ടേജുകൾ, വില്ലകൾ, ഇതേപോലത്തെ ചെറിയ പ്രോപ്പർട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടികൾക്ക് ഈ പ്രോപ്പർട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോം സ്റ്റേകൾക്കാണ്. ഹോം സ്റ്റേകൾ, കോട്ടേജുകൾ, വില്ലകൾ, ട്രീ ഹൗസ്, ടെൻറ്റ് ഹൗസ്, ഈ ടൈപ്പ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടികൾ. അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ ഒരുപാട് പേര് മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടിയൊക്കെ ചെയ്തു തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നേക്കുന്ന ആൾക്കാർക്ക് പക്ഷേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ളവരുണ്ട്, കയ്യിൽ പൈസ ഉള്ളതിൻ്റെ പേര് ചെയ്തിട്ടുള്ളവരുണ്ട്, മറ്റുള്ളവർ ചെയ്യുന്ന ബിസിനസ് കണ്ട് അതിനോട് താല്പര്യമുള്ള അങ്ങനെയൊക്കെ വന്നൊക്കെ ആൾക്കാർ പല രീതിയിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പഠിക്കാതെയൊക്കെ തുടങ്ങിയേക്കുന്നത് കൊണ്ടും പല ആൾക്കാരും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ലോൺ എടുത്ത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ആ ടൂറിസത്തെ പറ്റി കാര്യമായിട്ട് പഠിക്കാതെയും ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ലാതെയൊക്കെ ചെയ്തു തുടങ്ങിയ ആൾക്കാർക്ക് അവരുടെ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബിസിനസ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. മാർക്കറ്റിങ്ങിന് സഹായിക്കുക, ബ്രാൻഡിങ്ങിന് സഹായിക്കുക, ഈ രീതിയിലാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് ഏജൻറ്റുമാർ, ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിന് പുറത്തും വിദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് കേരളത്തിലെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ടുള്ള ചെറിയ പ്രോപ്പർട്ടികളെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് Kamara.com. ഒത്തിരി പേർക്ക് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ ഏജൻറ്റുമാരെ കണക്റ്റ് ചെയ്യണമെങ്കിൽ ചെറിയ പ്രോപ്പർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ജോലിക്ക് നിർത്തി ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു ചെറിയ സെയിൽസ് സ്റ്റാഫിൻ്റെ സാലറി ആണെങ്കിലും 10,000-20,000 30,000 രൂപയോളം വരും. ആ പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ആ ബിസിനസ് മുതലാക്കി ചെയ്യിപ്പിക്കാൻ ചെറിയ ആൾക്കാർക്ക്, ചെറിയ പ്രോപ്പർട്ടികൾക്ക് സാധിക്കാറില്ലായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ഒരു ഐഡിയ ഈ ചിതറിക്കിടക്കുന്ന ഇങ്ങനത്തെ പ്രോപ്പർട്ടികളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് മാർക്കറ്റിങ്ങിന് ബിസിനസ് കൊണ്ടുവരാനായിട്ട്, അവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനായിട്ടൊക്കെ അവരെ സഹായിക്കാനായിട്ട് ഈ ഏജൻറ്റുമാരെയും ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ആയിട്ട് ഇവരെ കണക്റ്റ് ചെയ്യാനും അവർക്ക് ബിസിനസ് എത്തിച്ചു കൊടുക്കാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു വെബ്സൈറ്റാണ് Kamara.com. നമ്മുടെ വെബ്സൈറ്റിൽ നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് 2000-ന് മേളിൽ ചെറിയ പ്രോപ്പർട്ടികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടികൾക്ക് ഒരു പരിധി വരെയൊക്കെ നല്ല രീതിയിൽ ബിസിനസ് കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോം സ്റ്റേസ് വെച്ചിട്ട് നമ്മുടെ ഏത് ഡെസ്റ്റിനേഷനാണെങ്കിലും കേരളവും തമിഴ്നാടുമായിട്ട് ഏത് ഡെസ്റ്റിനേഷനിലും നമ്മൾ ഹോം സ്റ്റേസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോം സ്റ്റേസ് വട്ടവട അല്ലെങ്കിൽ ഹോം സ്റ്റേസ് വാഗമൺ, ഇങ്ങനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ ടോപ്പ് റാങ്കിങ്ങിൽ ആദ്യത്തെ ഒരു 4-5 വെബ്സൈറ്റിൽ ഒരു വെബ്സൈറ്റ് നമ്മളായിരിക്കും. അപ്പം നമ്മുടെ വെബ്സൈറ്റ് വഴി ആൾക്കാർക്ക് ഇവരെ കണക്റ്റ് ചെയ്യാനും, ഏജൻറ്റുമാർക്കാണെങ്കിൽ പ്രോപ്പർട്ടികളെ കണക്റ്റ് ചെയ്യാനും, പ്രോപ്പർട്ടികൾക്ക് ഏജൻറ്റുമാരെ കണക്റ്റ് ചെയ്യാനും, ഈ ബിസിനസ്സുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനും, അതുവഴി ബുക്കിങ്ങുകളും വരുമാനം കിട്ടാനും അവരുടെ പ്രോജക്റ്റ് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു ആവശ്യമുള്ള ആൾക്കാരുടെ ഒരു വലിയ നിര ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യമുള്ളവരുണ്ട്.
അപ്പോൾ ഇവരെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു തുടക്കത്തിലൊന്നും. നമ്മൾ കുറേയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഈ ചെറിയ പ്രോപ്പർട്ടികൾ, കാരണം ഇവരിൽ പലരും പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ചില ആൾക്കാർക്ക് സൈഡ് ബിസിനസ്സാണ്. അപ്പോൾ ഇവരെ കണക്റ്റ് ചെയ്യാനായിട്ട്, ഇവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് പിന്നീട് നമ്മൾ കുറേയധികം കഷ്ടപ്പെട്ട് ഒരു 6-7 കൊല്ലം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ 2000-ഓളം പ്രോപ്പർട്ടികൾ നമ്മുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാനും അതിനെ മാർക്കറ്റ് ചെയ്യാനും ഏജൻറ്റുമാരിലേക്ക് എത്തിക്കാനും പല പല ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അവരെ നമ്മുടെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിച്ചത് കുറച്ച് വർഷങ്ങളുടെ കുറേ അധികം ആൾക്കാരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. ഇപ്പോൾ അത്യാവശ്യം വലിയ തെറ്റില്ലാതെ നമുക്ക് ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും അവരവരുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം, അതൊരു സക്സസ്ഫുൾ ബിസിനസ്സാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉള്ള ഒത്തിരി ആൾക്കാർക്ക് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. ഒരു പുതിയ ഹോം സ്റ്റേ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ആദ്യമേ തൊട്ട് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് തുടങ്ങി വെക്കേണ്ടത്, ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ലൈസൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇതെടുത്ത് ഒരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം, എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം, എങ്ങനെ ആ പേരിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും അതുവഴി അതൊരു നല്ല ബിസിനസ്സാക്കി മാറ്റിയെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ടും അവരുടെ ആ ചെറിയ സംരംഭം തുടങ്ങി വെച്ചതിനൊരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അതിന് എക്സ്പീരിയൻസ് ഉള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്റ്റാഫുകളും മാനേജർമാരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒത്തിരി പേർക്ക് അവരുടെ സന്തോഷം കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുക, അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് കുറച്ച് സ്ഥലങ്ങൾക്ക് ഈ ടൂർ പാക്കേജിൽ വരുന്ന അവരുടെ ഐറ്റിനറി പ്രകാരമുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം, പരിമിതമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക്, അതല്ലാതെ നമ്മുടെ ഹോം സ്റ്റേകളിലോ കോട്ടേജുകൾ, വില്ലകൾ, പൂൾ വില്ലകൾ, പ്രീമിയം വില്ലകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വില്ലകളിലൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുത്ത് അവർക്കൊരു പേഴ്സണൽ കെയർ കൊടുത്ത് അവരെ അവർ കണ്ടിട്ടില്ലാത്ത, അതായത് പേപ്പറിൽ അവരുടെ ഐറ്റിനറിയിലുള്ള സ്ഥലങ്ങളോ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും അല്ലാതെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഓരോ ഏരിയ എടുത്ത് തിരിച്ചു നോക്കിയാലും അവിടെ നമ്മൾ കാണാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈവൻ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പോലും കാണാത്ത സ്ഥലങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ട്. ഓരോ ഡെസ്റ്റിനേഷൻ എടുത്താലും അവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്നാറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ മൂന്നാറിൽ തന്നെ ഒരുപാട് ഏരിയകളുണ്ട്. 5 ദിവസം ഗ്യാരണ്ടി ആയിട്ട് വന്ന് 5 നൈറ്റ് സ്റ്റേ ചെയ്താൽ പോലും, യാത്ര ചെയ്താൽ പോലും നമുക്ക് കാണാൻ പറ്റാത്തത്രയും സ്ഥലങ്ങൾ മൂന്നാറിലുണ്ട്. മൂന്നാറെന്ന് പറയുന്നത് ഒരു വലിയ ഏരിയയാണ്. അതേപോലെ ഓരോ ഡെസ്റ്റിനേഷൻ എടുത്താലും ആൾക്കാർ കാണാത്ത, അല്ലെങ്കിൽ ഇതൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണോ എന്നൊക്കെ വിചാരിച്ച് മാറ്റി തഴയപ്പെട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾ, അങ്ങനത്തെ പാക്കേജുകൾ, ആക്ടിവിറ്റികൾ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന താമസിക്കുന്ന ഗസ്റ്റിനൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അതുവഴി ആ ഗസ്റ്റുകൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും റെഫറൻസിലാണ് നമുക്ക് കൂടുതലും ബിസിനസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഫുഡ്, നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ അല്ലെങ്കിൽ 4 സ്റ്റാർ 3 സ്റ്റാർ റെസ്റ്റോറൻറ്റുകളിൽ ചെന്നിട്ട്, ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വന്നൊരു ഗസ്റ്റാണ് അതേ ഗുജറാത്തി ഫുഡ് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്നതിൽ കാര്യമില്ലല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള രുചിക്കൂട്ടുകൾ, കേരളത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ഫുഡ് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കേരളത്തിലുള്ള ആൾക്കാർ അവരുടെ നന്മയും അവരുടെ സ്നേഹമൊക്കെ അനുഭവിച്ചറിയാനൊക്കെ പറ്റുന്ന, അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ ഫോറിനേഴ്സിന് ഓൾറെഡി അറിയാം, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവരെല്ലാം വന്ന് ഈ ഹോം സ്റ്റേകളിൽ താമസിക്കുന്നത്, ചെറിയ പ്രോപ്പർട്ടികളിൽ താമസിക്കുന്നത്. പക്ഷെ പുറത്തുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള പല ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. അവർ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അവർ വലിയ വലിയ ഹോട്ടൽസും
വലിയ വലിയ സൗകര്യങ്ങൾ നോക്കി പോകും. പക്ഷേ അവിടെ അവർക്ക് ജസ്റ്റ് ആ ഹോട്ടലിൻ്റെ ഒരു നല്ല സർവീസ്, 5 സ്റ്റാർ സർവീസ് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചുറ്റുമുള്ള സ്ഥലങ്ങളോ അവിടുത്തെ കൂടുതൽ കാര്യങ്ങളോ അതെങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്നാൽ മാത്രമേ നമുക്ക് ആ സ്ഥലത്തെപ്പറ്റി മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ കാറേ വന്ന് ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഇറങ്ങി അതേ കാറിൽ കയറി ആ ഡ്രൈവർ പറയുന്ന സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് കൂടുതലും. നമ്മൾ ഇറങ്ങി നമ്മുടെ കാല് കുത്തി ആ സ്ഥലത്തുനിന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഇതായിട്ടുള്ള പ്രോപ്പർട്ടി വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സ്പൈസസ് പ്ലാന്റേഷൻസ് കേരളത്തിൽ മെയിനായിട്ട് ഒരുപാട് സ്പൈസസ്, ആയുർവേദിക് ഹെർബൽ പ്ലാന്റ്സ് ഒക്കെയുള്ള, അതാരും നട്ടുപിടിപ്പിച്ച് പ്രത്യേകം സംരക്ഷിക്കുന്നൊന്നും അല്ലാതെ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്ത് പോകാനായിട്ടും നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ, കാര്യങ്ങൾ ഒരുപാട് ഗുണം ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആയുർവേദ സെൻറ്ററുകളുണ്ട്. അവിടെയൊക്കെ വന്നിട്ട് ആ ട്രീറ്റ്മെൻറ്റുകളോ അല്ലെ വെൽനെസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകാനായിട്ടും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. നല്ല ഭക്ഷണങ്ങൾ, കേരളത്തിൻ്റേതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് തമിഴ്നാട് എടുത്താലും അവിടുത്തെ ട്രഡീഷണൽ ഫുഡുകളുണ്ട്, അവിടുത്തെ ലോക്കൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. വെറുതെ വന്ന് എന്തെങ്കിലും കണ്ടിട്ട് പോകുക എന്നുള്ളതല്ലാതെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ നല്ലപോലെ മനസ്സിലാക്കി നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പോലെ നല്ല ഫീലോടുകൂടി ഒരു സ്ഥലത്ത് താമസിച്ച് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാമ്പ് ഫയർ എല്ലാവർക്കും അറിയാം. ക്യാമ്പ് ഫയർ ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ബാർബിക്യൂ ഒക്കെ ചെയ്ത് നൈറ്റ് എൻജോയ് ചെയ്തിട്ട് പോകാൻ വരുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അത് നമ്മുടെ സൈറ്റുകളിലുള്ള പ്രോപ്പർട്ടികളിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ചെറിയ ഈ വില്ലകൾ, ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടികൾ, ഹോം സ്റ്റേകൾ, കോട്ടേജുകളിലൊക്കെ അത്തരം എക്സ്പീരിയൻസുകൾ ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. വലിയ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 12 പേരുണ്ട് അല്ലെങ്കിൽ 15 പേരുണ്ട്, നമുക്കൊരു ഇൻഡിവിജ്വൽ വില്ല വേണം, ഒരു പ്രൈവറ്റ് സ്പേസ് വേണം, വേറെ ഗസ്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഫുഡ് വേണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമുള്ളവരാണ് അങ്ങനെ പറ്റുന്നത്. അല്ല അവിടുത്തെ തനതായ കേരളത്തിൻ്റേതായിട്ടുള്ള ഭക്ഷണം, ട്രഡീഷണൽ ഫുഡ് ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ, അതിനകത്ത് തന്നെ പല രീതിയിൽ പ്രീമിയം പ്രോപ്പർട്ടികളുണ്ട്, ബഡ്ജറ്റ് പ്രോപ്പർട്ടികളുണ്ട്. നമുക്ക് ഒരുപാട് പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഉള്ള നമുക്ക് സെലക്ട് ചെയ്യുന്ന ബഡ്ജറ്റ് പ്രോപ്പർട്ടികളാണ് നമുക്ക് വേണ്ടതിൽ, അങ്ങനത്തെ പ്രോപ്പർട്ടികൾ. ഇത് എന്തിനാ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് നേരിട്ട് പോയി അവിടെ പോയി ബുക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ വിചാരിച്ച് ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന കസ്റ്റമേഴ്സ്, ഗസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ നമ്മൾ എങ്ങനെ ബുക്ക് ചെയ്യുന്നു, അതായത് നമുക്ക് ഒരു സ്ഥലത്ത് ചെന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർവീസ് വേണ്ടേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളവിടെ വേണ്ടേ. നമ്മുടെ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്ത് വരുന്ന ആൾക്ക് അവരുടെ സ്വന്തം വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ സ്ഥലത്തുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ഫീലോട് കൂടി വന്ന് താമസിച്ച് അവർക്കെന്തോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ അവരുടെ യാത്രയിലോ അവരുടെ ആ ഹോളിഡേ എൻജോയ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഈ ചെറിയ പ്രോപ്പർട്ടികളുണ്ടാകും. വളരെ സജീവമായിട്ട് കൂടെ നിന്ന് വെറുതെ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് സർവീസ് ചെയ്ത് വേണ്ടതെല്ലാം ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ചെറിയ പ്രോപ്പർട്ടികളിലൊക്കെ വന്ന് താമസിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഗസ്റ്റിൻ്റെ നീഡും ഇതേപോലെയുള്ള പ്രോപ്പർട്ടികൾ നടത്തുന്ന ആൾക്കാരുടെ റിക്വയർമെൻറ്റും ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് Camera.comൻ്റെ പർപ്പസ്. ഈ വെബ്സൈറ്റ് ഉണ്ടാവാൻ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾ റിക്വയർമെൻറ്റ്സ് ഉള്ളതുകൊണ്ടും ഗസ്റ്റുകൾ കൊറോണയ്ക്ക് ശേഷം നമുക്കറിയാം പ്രൈവറ്റായിട്ട് താമസിക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകമായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതലും ഇൻഡിവിജ്വലായിട്ടുള്ള സ്ഥലത്ത് താമസിക്കാൻ ആൾക്കാർ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പഴയ പോലെ ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് ഓടി നടന്ന് സ്ഥലങ്ങൾ കാണുന്ന, അല്ല രാവിലെ തൊട്ട് ടൈറ്റ് ഷെഡ്യൂള് യാത്രകൾ ചെയ്യുന്നത് പോലെ അല്ല. ഇപ്പം നമുക്ക് നമ്മുടെ വർക്ക് പ്രഷറിനൊക്കെ ഇടയ്ക്ക് ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ പീസ്ഫുള്ളായിട്ട് താമസിക്കണം, എൻജോയ് ചെയ്യാൻ പറ്റണം. നമ്മുടെ വർക്ക് പ്രഷറോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റി വെച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റണമെങ്കിൽ
അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ നടുക്കും അല്ലെങ്കിൽ വേറെ ശല്യങ്ങളില്ലാത്ത സ്ഥലത്തൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ ഫുഡ് അവൈലബിൾ ആയിരിക്കും, കെയർ ടേക്കർ ഉണ്ടായിരിക്കും, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് പ്രീമിയം കാറ്റഗറിയിലുണ്ട്, ബഡ്ജറ്റ് കാറ്റഗറിയിലൊക്കെ ഉള്ള പ്രോപ്പർട്ടികളൊക്കെ. പക്ഷേ പലർക്കും അറിയത്തില്ല. നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൊടൈക്കനാൽ പോയിട്ട് ഒരു താമസ സ്ഥലം നമ്മൾ ഇവിടുന്നേ ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് നീറ്റായിട്ട് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അവിടെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് പറ്റുള്ളൂ. എവിടെയെങ്കിലും പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ബുക്ക് ചെയ്ത് അല്ല അവിടെ ചെന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൈസയും നഷ്ടപ്പെട്ട് നല്ല റൂമിൽ താമസിക്കാനും പറ്റത്തില്ല, നമുക്ക് ഡീൽ ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ആൾക്കാരുണ്ടാവില്ല. ഇതേ ബുദ്ധിമുട്ട് ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് ചെന്നാലും ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ ഈ ബുക്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ പണ്ട് അധികം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി പേര് വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. പല സംഘങ്ങളായിട്ടും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓഫീസുകളിൽ നിന്നൊക്കെ എല്ലാവരും ടൂർ പോകുന്ന കാലഘട്ടമാണ്. നമുക്ക് ബിസി ലൈഫിനിടയിൽ കുറച്ച് സമയം മനസ്സമാധാനം ആഗ്രഹിക്കാത്ത ആൾക്കാരില്ല. പണ്ടൊക്കെ നൊസ്റ്റാൾജിയ ഉള്ള ആൾക്കാരുണ്ട്. അതായത് നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച് തോട്ടിലും ആറ്റിലൊക്കെ ചാടി കുളിച്ച് വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ചൊക്കെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നേ ഇല്ല. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ കൃഷി ചെയ്യുന്ന മണ്ണിലൊക്കെ കാല് കുത്തി നടക്കണമെങ്കിൽ, അവിടുത്തെ ഫ്രഷായിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കണമെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഒരു വില്ലേജുകൾ, നമ്മുടെ നാട്ടിൻപുറങ്ങൾ ആണ് ഈ ഹോം സ്റ്റേകൾ എന്നൊക്കെ പറയുന്നത്. എല്ലാം എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊന്നും അല്ലല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട് ചെറിയ പ്രോപ്പർട്ടികൾ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സന്തോഷത്തോടെ നമ്മുടെ ഒരു 2 ദിവസം ഒന്ന് ഫ്രഷായി, എന്തെല്ലാം ടെൻഷനിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി സന്തോഷത്തോടെയൊക്കെ പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം അതെല്ലാം ഇങ്ങനെയുള്ള റിക്വയർമെൻ്റ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം എന്ന് പറയുന്നത് തഴയപ്പെടുന്ന ഒരു ബിസിനസ്സാണത്. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ, അതായത് നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടൂറാണ്. ആശുപത്രി കേസുകൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് എൻജോയ് ചെയ്ത ആൾക്കാർക്ക്, എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് ഒരു യാത്ര പോയാൽ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ടെൻഷനും, ഇപ്പം ഞങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ മൂന്നാർ സൈഡിലേക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരം ഹെയർ പിൻ വളവുകളും മലകളൊക്കെ കയറി യാത്ര ചെയ്ത് മടുത്ത് വരുന്ന ആൾക്കാരാണ്. പക്ഷേ ആ തേയിലത്തോട്ടത്തിലേക്ക് കയറുന്ന മൊമെൻറ്റ് തൊട്ട്, ആ മഞ്ഞും തണുപ്പും കാണുന്ന സമയം തൊട്ട് നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രഷാകും. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി എല്ലായിടത്തും കുളിക്കുന്നുണ്ട്. നാച്ചുറലായിട്ടൊരു സ്ഥലത്ത് പോയിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കാലിട്ട് നോക്കിക്ക്, നിങ്ങളുടെ ഫീലേ മാറിപ്പോവും. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ നേരത്തെ ഈ പശുവിനെയൊക്കെ കറക്കുന്ന സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഈ പശുവിനെ പാലിന് കറന്ന് അവർ തന്നെ പശുവിനെ കറക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് അവരത് പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് അറിയത്തേ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് താമസിച്ച് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ്, പ്ലാനുകളും മനസ്സിലുള്ള ആൾക്കാർക്കെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പ്രോപ്പർട്ടികൾ അവൈലബിളാണ്. ബാച്ചിലേഴ്സായിട്ട് അടിച്ചു പൊളിക്കാൻ വരുന്നവരുണ്ട്, യാതൊരു ശല്യവുമില്ല, നൈറ്റ് മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റണം, അതിന് പറ്റുന്ന പ്രോപ്പർട്ടി വേണം. ഹണിമൂൺ ഗസ്റ്റുകളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി വേണം, സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടൊരു ജീവിതം തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി താമസിക്കുന്ന സ്ഥലമാണ്, അത്ര നല്ല സ്ഥലമായിരിക്കണം. ഫാമിലി ആയിട്ടാണ് വരുന്നത്, ഗൾഫിൽ നിന്ന് വരുന്നതാണ്, വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വരുമ്പോൾ സന്തോഷത്തോടെ 1-2 ദിവസം ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയം അവർക്ക് അവധിയുള്ളൂ. ആ സമയത്ത് അവിടെ ധൃതിപ്പെട്ടൊരു ടൂറ് പ്ലാൻ ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഹാപ്പി ആയിട്ട് പോകാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അതുവഴി ഗസ്റ്റുകളും ഹാപ്പി, നമ്മുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പ്രോപ്പർട്ടികൾ അവരും ഹാപ്പി. അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുക. ചെറിയ പ്രോപ്പർട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ ആ ബിസിനസ്സിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന സർവീസുകൾ. ഇതിനെ നമ്മളൊരു ബിസിനസ്സായിട്ട് കണ്ട് നമുക്കും വരുമാനം കിട്ടുന്നുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർക്കും വരുമാനം കിട്ടുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർക്ക് അത് ഉപകാരമാകുന്നുണ്ട്. നല്ലൊരു സ്റ്റേ എടുത്ത് പോകുന്ന ആൾക്ക് അവരത് ലൈഫ് ടൈം നമ്മളെ ഓർത്തിരിക്കും, അവർ സ്റ്റേ ഓർത്തിരിക്കും.
നമ്മൾ ടൂറ് പോകുമ്പോഴാണ് കൂടുതലും ഫോട്ടോസ് എടുക്കുന്നത്. ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നീട് നമുക്ക് 1 വർഷം 2 വർഷം കഴിയുമ്പം ഈ സോഷ്യൽ മീഡിയ തന്നെ റിമൈൻഡറുകൾ തരാറുണ്ട്. കാണുമ്പം തന്നെ മനസ്സിലൊരു സന്തോഷം, ശരിയാണല്ലോ ഞങ്ങളന്ന് ഊട്ടി പോയതല്ലേ, കൊടൈക്കനാൽ പോയതല്ലേ. അപ്പോൾ ആ ഒരു ഫീല് കിട്ടാനായിട്ട്, നല്ല സർവീസ് കിട്ടാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ കണക്ട് ചെയ്ത് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അതിന് വേണ്ട വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് അതിന് വേണ്ട സർവീസിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഞങ്ങൾ അതിനൊരു നല്ല ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, പുതിയൊരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ബുക്ക് ചെയ്യാനാണെങ്കിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.